കുടയെടുത്താണ് ദിലീപാണ് കുടയ്ക്കുള്ളിലൂടെ ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറും അല്പസമയത്തിനുള്ളിൽ. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ നോക്കൂ, കാവ്യമാധവനും മകളും അടക്കമുള്ള ആളുകൾ ദിലീപിനെ ഒന്ന് ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദിലീപിന്റെ സഹോദരിയെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദിലീപിന്റെ സഹോദരി, ദിലീപിന്റെ കുടുംബാംഗങ്ങൾ അവരൊക്കെ എത്തി ദിലീപിനെ ഇപ്പോൾ ആശ്ലേഷിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പത്മസരോവരം വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടു. കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം 7 വർഷത്തെ വനവാസത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് എന്ന് പറയേണ്ടി വരും. കാരണം വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സിനിമാ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ദിലീപിന്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പത്മസരോവരം വീട്ടിലെ ആകാശ ദൃശ്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് കുടുംബാംഗങ്ങൾക്കൊപ്പം, മകൾക്കൊപ്പം, കാവ്യമാധവനൊപ്പം, ഭാര്യ കാവ്യമാധവനൊപ്പം, അടുത്ത ബന്ധുക്കൾക്കൊപ്പം വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ അവരൊക്കെ വന്ന് ആശ്ലേഷിക്കുന്നത് കാണാം. അവരൊക്കെ തന്നെ വന്ന് സന്തോഷം പങ്കിടുന്നത് കാണാം. അവരൊക്കെ തന്നെ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ദിലീപിന് ഇപ്പോൾ ആശംസകൾ നേരുന്നതാണ്. കാരണം കഴിഞ്ഞ 7 കൊല്ലമായി ഈ പത്മസരോവരം ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ദിലീപിന്റെ സഹോദരി ഇപ്പോൾ കാണാം. ദിലീപിന്റെ സഹോദരി ഇപ്പോൾ വന്ന് ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങളാണ് തൊട്ട് മുമ്പ് നാം കണ്ടത്. ദിലീപിന്റെ സഹോദരന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ, ദിലീപിന്റെ മകൾ കാവ്യമാധവൻ അടക്കമുള്ളവരെ നമുക്ക് ഇപ്പോൾ കാണാം. അവിടെ വെച്ച് അടുത്ത ബന്ധുക്കൾ ചേർന്ന് ആ കുടുംബ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും കേരളം മാത്രമല്ല രാജ്യമൊട്ടാകെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിലാണ്. കഴിഞ്ഞ 8 വർഷമായി രാജ്യമൊട്ടാകെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കൊട്ടേഷൻ ബലാത്സംഗ കേസിലാണ് 8ാം പ്രതിയായത്. ഇന്ന് രാവിലെ ദിലീപ് ഉറങ്ങി എഴുന്നേറ്റ സമയം മുതൽ കോടതിയിൽ എത്തുന്നവരെയുള്ള എല്ലാ സകല ഷൂട്ടുകളും ഡ്രോൺ വഴിയും, ഇനി ദിലീപിൻ്റെ ഒക്കെ കക്കൂസിൽ വരെ ഇവനൊക്കെ ഡ്രോൺ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബലാത്സംഗ കേസൊന്നുമല്ല ദിലീപിൻ്റെ ഈ ഒരു കേസ്. പക്ഷേ ഈ കേസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗ ഗൂഢാലോചന കേസ് ആദ്യത്തേതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗൂഢാലോചന ചെയ്തു എന്ന് പറയപ്പെടുന്ന ആൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കോടതി വെറുതെ വിട്ടു. അതെ, ഇരക്ക് നീതി കിട്ടി. ഈ ഇര എന്നുള്ളത് വന്നത് തന്നെ ഒരു 8 വർഷം മുമ്പ് ഈ കേസ് വന്നപ്പോഴാണ്. അതിൻ്റെ മുമ്പൊക്കെ ആരെങ്കിലുമൊക്കെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ മൊത്തത്തിൽ നമ്മുടെ ചാനലുകളും അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു യൂട്യൂബേഴ്സോ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയകളെടുത്തോ ആളുടെ പേര് ഡയറക്റ്റ് പറഞ്ഞ് ഫോട്ടോ വെക്കുന്ന ഒരു കാലമായിരുന്നു. എന്നാണോ നടിയെ ആക്രമിച്ച കേസ് അന്നു മുതലാണ് നടിക്ക് പകരം അല്ലെങ്കിൽ ആ ഒരാളിന് പകരം ആളുടെ പേര് ഇര, അതിജീവിത എന്നുള്ള പേരുകളിലൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇരക്ക് നീതി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 കാര്യമുണ്ട്. ഈ കേസ് ചെയ്തു, ഈ പറഞ്ഞ ഇര ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിലൊന്നും ആർക്കും ഒരു തർക്കമില്ല. അവർക്ക് നീതി കിട്ടേണ്ടത് തന്നെയാണ്. 6 പേരെ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ ബലാത്സംഗത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരെയും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ ഗൂഢാലോചന ചെയ്തു എന്ന് പറയപ്പെടുന്ന ആൾക്കെതിരെ തെളിവുകളൊന്നും ഇല്ല എന്നാ സത്യം. ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ കഷ്ടമാണ്. അത് മാത്രമല്ല പല ആളുകളും മൊഴി മാറ്റി അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പൾസർ സുനി പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ പൾസർ സുനിയാന്ന് പറഞ്ഞിട്ട് വിഷ്ണു പണ്ട് അയച്ചു എന്ന് പറഞ്ഞ കത്ത് നമ്മുടെ ദിലീപ് ബെഹ്റക്ക് അന്ന് സബ്മിറ്റ് ചെയ്തു അല്ലേ. അന്നത്തെ DGP ആയിരുന്ന ബെഹ്റക്ക് അത് സബ്മിറ്റ് ചെയ്ത സമയത്ത് ഇതിൽ നിന്നൊക്കെയാണ് ഇത് ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വന്നതും കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ പിന്നാലെ നടന്നതും. ഇന്ന് ഈ വിധി വന്നതിന് മുമ്പ് ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സീനുകൾ ഡ്രോണിൽ ചിത്രീകരിച്ച് അതിന് ബാക്ക്ഗ്രൗണ്ട് കമൻട്രി കൊടുത്ത അരുൺകുമാർ, മൊട്ട അരുൺ എന്ന് വിളിക്കുന്ന ആളുടെ ഒക്കെ ഒരു നിലവാരം കണ്ടപ്പം വളരെ എന്താ പറയുക, ഇതിനൊക്കെ ഒരു വാക്കുണ്ടോ പറയാൻ തോന്നിപ്പോയി. നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടെന്ന് അറിയില്ല. ഒരാളുടെ പ്രൈവറ്റ്, അയാളുടെ സ്വന്തം വീടിൻ്റെ മുകളിൽ സ്വന്തം ക്യാമറ, അതായത് തൻ്റെ ചാനലിൻ്റെ ക്യാമറ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഡ്രോൺ ഷൂട്ട്, ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഷൂട്ട് വരെ അല്ലെങ്കിൽ ദിലീപ് കൊട ചൂടി നടക്കുന്നത് വരെ വീടിൻ്റെ മുകളിൽ പോയിട്ട് എടുത്ത സമയത്ത് അവിടെ ആ വീട്ടിൽ ആരെങ്കിലും എത്ര ആളുടെ പ്രൈവസി അവിടെ പോയിട്ട് ആ വീട്ടിൽ എത്ര പേര് കാണും? അവരുടെ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടിൽ ഇവരെ എങ്ങനെ നിൽക്കുന്നത് അറിയില്ല. അവിടെ പോയിട്ട് വരെ ഡ്രോൺ ഷൂട്ട് എടുത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലെ മാധ്യമങ്ങളുണ്ട്. ഞാൻ ആ ഷൂട്ടൊന്ന് കാണിച്ചു തരാം. അത് മൊത്തത്തിൽ കാണിച്ചു തരുന്നില്ല, എനിക്ക് ചിലപ്പം കോപ്പിറൈറ്റും അതുമൊക്കെ അവർ തരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരുന്നു. കുടയ്ക്കുള്ളിലൂടെ ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറും അല്പസമയത്തിനുള്ളിൽ. 2 ചാനലുകളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുടയെടുത്താണ് ദിലീപാണ് കുടയ്ക്കുള്ളിലൂടെ ദിലീപാണെന്ന് തോന്നുന്നു. കുടയിൽ ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വാഹനത്തിൽ കയറും അല്പസമയത്തിനുള്ളിൽ. ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ദിലീപ് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. കുടചൂടിയാണ് ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുഖം ക്യാമറയിൽ പതിയാത്ത വിധത്തിൽ കുടചൂടി ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ദിലീപിന്റെ ഉള്ളിൽ നിന്നും പുറപ്പെടും. നേരെ പോകുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ്. കൃത്യം 11
11 മണിക്ക് തന്നെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിച്ച് വിധി പറയുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഷീറുണ്ട്, അവിടെ മറ്റു വാഹനങ്ങൾ പുറപ്പെടാൻ പോകുന്നു. ഇപ്പോൾ ദിലീപിന്റെ സഹോദരൻ അടക്കമുള്ള വാഹനത്തിൽ ചേരുകയാണ്. നേരെ ആലുവയിൽ നിന്ന് നേരെ പോകുന്നത് ദിലീപിന്റെ വീട്ടിലേക്കായിരിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദിലീപിന്റെ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. ഇന്ന് രാവിലെ ദിലീപ് ഉറങ്ങി എഴുന്നേറ്റ സമയം മുതൽ കോടതിയിൽ എത്തുന്നവരെയുള്ള എല്ലാ സകല ഷൂട്ടുകളും ഡ്രോൺ വഴിയും, ഇനി ദിലീപിൻ്റെയൊക്കെ കക്കൂസിൽ വരെ ഇവനൊക്കെ ഡ്രോൺ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഇത്തരത്തിൽ ഷൂട്ട് ചെയ്ത് വരുന്ന വാർത്താ മാധ്യമ ചാനലുകൾ കിട്ടിയിട്ടുള്ള അനുഗ്രഹീത നാടാണ് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ കേരള നാട്. ഇത്രയും ഒരു ഇത് കാണിക്കുന്ന ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരം ചാനലുകളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ഞ ചാനൽ എന്നല്ല പറയണ്ടേ, നീല ചാനലുകൾ എന്ന് പറയാം. ഈ മഞ്ഞപത്രങ്ങൾ എന്നെല്ലാം മാറ്റിയിട്ട് ഇത്തരം ചാനലുകളെ പക്ക നീല ബ്ലൂ ഫിലിം ചാനൽ എന്ന് വേണമെങ്കിൽ പച്ചക്ക് പറയാം. കാരണം ഇവരുടെയൊക്കെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഒരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പെണ്ണുപിടി, ബലാത്സംഗം, റേപ്പ്, ഇതിൻ്റെ ഇവരുടേതായിട്ടുള്ള പല എന്താ പറയുക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പലതരം ക്ലിപ്പുകൾ, രംഗങ്ങളൊക്കെ തന്നെയാണ് ഈ വാർത്ത ഈ ഒരു ചാനലിൽ വന്ന് വാർത്ത ഇരുന്ന് വായിക്കുന്ന സകല എണ്ണം അതിൻ്റെ വായുന്നത് മാത്രമേ. ഇവരൊക്കെ വീട്ടിൽ പോയിട്ടും ഇതൊക്കെ തന്നെയാണോ പറയാറും ഡിസ്കസ് ചെയ്യാറൊന്നും അറിയില്ല. ഏതാണെങ്കിലും ഇതാണ് ഈ ഒരു മാധ്യമ ധർമ്മം കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ ദിലീപ് ഒരു മിണ്ടാട്ടം ഇല്ലാണ്ടായിരുന്നു ദിലീപ് ഇന്ന് കോടതിയിലോട്ട് വന്നതും. കോടതിയിൽ വന്ന് ഈ ഒരു വിധി പുറത്ത് വന്നതിന് ശേഷം, അതായത് ആദ്യത്തെ 6 ആളുകൾക്ക് ശിക്ഷ വന്നു, പ്രതികൾക്ക് 6, ദിലീപ് 8ാമത്തെ പ്രതിയാണെന്നുള്ളത് മറ്റൊരു കാര്യം. അതിനുശേഷം എല്ലാ 4 പേരെയും ഒഴിവാക്കി അല്ലെങ്കിൽ വെറുതെ വിടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ പേരിൽ എന്താണെങ്കിലും ഇനി ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന നടി ചിലപ്പം നെക്സ്റ്റ് ഉറപ്പായിട്ടും ഹൈക്കോടതിയിലേക്ക് പോവുമായിരിക്കും. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കേസ് എത്രത്തോളം സ്ട്രോങ് ആവും, ഇനി പുതിയ തെളിവുകൾ കിട്ടും, 8 വർഷം കഴിഞ്ഞു, പുതിയ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി സുപ്രീം കോടതിയിൽ പോയാലൊക്കെ തന്നെ ഇതിൻ്റെ വിധി ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ദിലീപിൽ എടുത്തു പറഞ്ഞത് മഞ്ജു വാര്യരുടെ പേര് എടുത്തു പറഞ്ഞു. ഇത്രയും കാലം മഞ്ജുവിനെതിരെ ദിലീപ് ഒന്നും സംസാരിച്ചിട്ടുണ്ടായില്ല ഒരു കാര്യത്തിലും. ആദ്യമായിട്ട് മഞ്ജുവിൻ്റെ പ്രസംഗത്തിലോടുകൂടി അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ സംസാരത്തിൽ ഇതിനൊരു ഗൂഢാലോചന ഉണ്ട് എന്ന്, ഒരു ആളുകൾ ഗൂഢാലോചന ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അന്ന് മുതലാണ്, അല്ലെങ്കിൽ അത് മഞ്ജു പറഞ്ഞത് മുതലാണ് ഇത് കംപ്ലീറ്റ്ലി ഒരു ഗൂഢാലോചനയിലേക്ക് നമ്മുടെ നാട്ടിലെ ചില പത്രമാധ്യമങ്ങളും ചില റിപ്പോർട്ടേഴ്സും അതുപോലെ തന്നെ പോലീസും കൂടിച്ചേർന്നിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്നാണ് ദിലീപിൻ്റെ ആദ്യത്തെ പ്രതികരണം വന്നിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ലോ, 1 വർഷം ദിലീപാട്ടം പറഞ്ഞോട്ടോ. ആദ്യമായിട്ടാണ് മഞ്ജുവിനെതിരെ ദിലീപ് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുന്നതും. അതിൽ നിന്നൊക്കെ തന്നെ പല കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട്. ഇനി ഈ ദിലീപ് ഇത് കാരണം പറയപ്പെടുന്നത് ദിലീപിൻ്റെയും അതുപോലെ തന്നെ കാവ്യയുടെയും ബന്ധം മഞ്ജുവിൻ്റെ അടുത്തോട്ട് എത്തിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ട നടിയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നടന്നത് കാവ്യയുടെയും മഞ്ജുവിൻ്റെയും കാവ്യയുടെയും ദിലീപിൻ്റെയും കല്യാണത്തിന് മുമ്പാണ്. പക്ഷേ ആ ഒരു കല്യാണത്തിന് മുമ്പ് ഇത്രയും പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഈ നടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതേ കാവ്യയുടെയും ദിലീപിൻ്റെയും കല്യാണത്തിന് ഈ നടി വന്നിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇര വന്നിട്ട് എന്താ പറയുക ഡാൻസ് ആടിയ ഫോട്ടോസും അല്ലെങ്കിൽ ഡാൻസ് ആടിയ വീഡിയോസൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. അപ്പം ഇത് ഈ ഒരു കാരണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാരണം അവിടെ മുന്നോട്ട് വെച്ചിട്ട് ഈ കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ എത്രത്തോളം ഉണ്ടാവുമായിരിക്കും, ചില സത്യാവസ്ഥകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിലും ആ നടി പറഞ്ഞതിലുള്ള ഉൾച്ചുരുക്കം എന്താണെന്നുള്ളത് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അന്നത്തെ കല്യാണ വീഡിയോസും ഫോട്ടോസും കാണുമ്പോഴും നമുക്കൊന്ന് ചിന്തിച്ചു പോകും. പക്ഷേ എങ്കിലും ഇരയാക്കപ്പെട്ടിട്ടുള്ള ആൾക്ക് വലിയൊരു പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇനി അത് മാത്രമല്ല, ഈ വിധി കണ്ട് കുറേ ആളുകൾ ഈ വിധിയുടെ താഴത്ത് വന്നിട്ട് ഈ നമ്മുടെ കോടതിനെ അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജിനെയും തെറി പറയുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. അത് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ്. അതിനെതിരെ ആരെങ്കിലും ആൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ വീഡിയോ ഇടുന്ന ആളുകളും അതുപോലെ തന്നെ അത്തരത്തിൽ കമൻറ്റുകൾ ഇടുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അത് ജയിലിൽ വരെ പോകാവുന്ന കേസാണ്, കുറ്റമാണ്. 1-2 ആളുകൾ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം അല്ലെങ്കിൽ ദിലീപിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഈ വിധി തെറ്റാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സഭ്യമായ രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാം.
അല്ല, ഇത് ഞാൻ ജസ്റ്റ് ഒരു ആളുകൾക്ക് അറിയാൻ വേണ്ടി പറയട്ടെ, അല്ലാണ്ട് ഞാനതിനെ ഇതാക്കുന്നതല്ല. ഒന്ന് രണ്ട് ചില ലോയേഴ്സിൻ്റെ വീഡിയോസ് കണ്ടു, അതുകൊണ്ട് പറഞ്ഞു. അപ്പം അത്തരം പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിച്ചോളൂ, പക്ഷേ ഒരു സഭ്യമായ രീതിയിലാവണം. അതല്ലെങ്കിൽ അതിനെതിരെ വരെ കേസ് കൊടുത്ത് ആ ആളുകളെ ജയിലിലിടാനുള്ള വകുപ്പുകൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാം, ഇവിടുന്ന് അങ്ങോട്ട് ഇനി കേസ് എന്താവും എന്നുള്ളത്. ദിലീപിൻ്റെ ഇന്നത്തെ കേസും ദിലീപ് ഏതായാലും ഇതിന് പുറത്താക്കുന്ന സമയത്ത് തന്നെ ദിലീപിൻ്റെ അടുത്ത മൂവിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. 18-ാം തീയതിയാണ് മൂവി ഇറങ്ങുന്നത്. ഇനി അതിൻ്റെ ഈ 8 വർഷമായിട്ട് ദിലീപിൻ്റെ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന സിനിമയുടെ അവസ്ഥ എന്താണെന്നുള്ളതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിൽ ഇരയാക്കപ്പെട്ടവരാരൊക്കെ, അല്ലെങ്കിൽ സത്യത്തിൽ ഇതിലിപ്പം ആദ്യത്തെ 6 പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ആർക്കും ഒന്നും സംസാരിക്കാനില്ല. 8ാമത്തെ പ്രതി ദിലീപ് ആയതുകൊണ്ട്, ദിലീപ് റിലീസായതുകൊണ്ട് ഇരക്ക് നീതി കിട്ടിയില്ല എന്ന് പറയാനും നമുക്ക് പറ്റുന്നില്ല. ചെയ്ത ആളുകൾക്കൊക്കെ ശിക്ഷ ഒരു സൈഡിൽ കിട്ടിയിട്ടുമുണ്ട്. ഇനിയുള്ള ഇപ്പോൾ ഇത് എവിടെയും നമുക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള ന്യൂസിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ചില അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം.